ഗൂഗിൾ സെർച്ചാണ് ഇപ്പോൾ ഇന്ന് എവിടെ ചോറ് കിട്ടും അല്ലെങ്കിൽ ഇന്ന് എവിടെ ഫ്രീ ഫുഡ് കിട്ടും. അപ്പം അതിനൊക്കെ വിരാമമായിട്ട് നമ്മൾ കുറച്ച് പ്ലേസ് ഫ്രീ ഫുഡ് കിട്ടുന്ന ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇപ്പല്ല, വേറെ ദിവസം. കാരണം റമദാൻ കഴിയാനായി, അതിന് സമയം കിട്ടുകയാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ കിട്ടുന്നുണ്ടോ ഫ്രീ ഫുഡ് കിട്ടുന്ന ഏരിയകൾ. ഇത് ഷാർജയുടെ സ്വന്തം ഗവൺമെന്റ് ഓഫീസുകളാണ്. പഴയ മുനിസിപ്പാലിറ്റി ഓഫീസ് എന്നെല്ലാം പറയപ്പെടുന്നു. ഇപ്പം കൂടുതൽ വർക്കുകളൊന്നും ഇതിൻ്റെ അകത്ത് നടക്കുന്നില്ല. കുറച്ച് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ളൂ എന്ന് പറയപ്പെടുന്നു. പക്ഷെ ഈ ഒരു റൗണ്ട് ഫുഡ് ഭയങ്കര രസമുള്ള റൗണ്ട് ഫുഡാണ്. നമ്മൾ പറയപ്പെടുന്നത് ഷാർജയുടെ താജ്മഹലാണിത്. ഈ റൗണ്ടിന് കണക്കായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഈ ബിൽഡിംഗ് ഇങ്ങനെ കണ്ടില്ലേ, ഒരു റൗണ്ടിന്റെ പകുതി അതേപോലെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് ആ ബിൽഡിംഗ് ഉള്ളത്. അല്ല നമ്മ റൗണ്ട് ഇങ്ങനെ മുറിച്ച് വെച്ച പോലെ അല്ലേ ബിൽഡിങ് അല്ലേ? ഷാർജ ലൈറ്റ് ഷോന്റെ പരിപാടിയൊക്കെ ഇവിടെ നടക്കലുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, നമുക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവിടെ മുന്നിൽ കാണുന്ന ഗവൺമെന്റ് ബിൽഡിംഗ് ആണ്. പക്ഷെ അത് ഇപ്പൊ എന്തോ ഒരു റിനോവേഷൻ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഗവൺമെന്റ് സ്ഥാപനമൊക്കെ കാണുമ്പോൾ ഒരു പള്ളി പോലെ തോന്നും. ആ ഒരു ഡിസൈനിലാണ് ഇവർ ചെയ്യുന്നത്. ഒരു മൊറോക്കൻ അപ്പൊ 2025 റമദാന് നമ്മള് ഒരു ഇഫ്താർ പരിപാടിക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഷാർജയിൽ മറ്റൊരിടത്ത് പോവാന്ന്. അപ്പൊ നാട്ടിലെ കുറച്ച് ഡൽഹി യാത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇപ്പോൾ ഇഫ്താർ പരിപാടി ഷാർജയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. ലെറ്റ്സ് ഗോ. ഇതാണ് ലോക പ്രശസ്തമായ ക്ലോക്ക് റൗണ്ടപ്പ് ഇൻ ഷാർജ. നമ്മുടെ സ്വന്തം NMC ഹോസ്പിറ്റൽ, പിന്നെ പാവപ്പെട്ടവന്റെ ചിക്കക്സ് അതവിടെ ഉണ്ട്. അവിടെ ഫുഡ് കഴിക്കുക കേട്ടോ. ഇതിപ്പോൾ പണി നടക്കുന്നേ ഉള്ളൂ, കുറച്ചായി പണി നടന്നിട്ട്. ഇത് രാത്രി ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. രാത്രി ഈ വൈക്ക് നമ്മൾ വരുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അടിപൊളി ലുക്കാണ്. പണി തീർന്നിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ട്രീറ്റിന്റെ പേരും കൂടി പറഞ്ഞതാ, അൽ ഇസ്തിഖ്ലാൽ സ്ട്രീറ്റ്. നിങ്ങൾ മോഹൻലാൽ എന്നൊക്കെയല്ലേ കേട്ടിട്ടില്ല? ഇസ്തിഖ്ലാൽ ഈ സ്ട്രീറ്റിന്റെ പേര്. വെറുതെ ഓണടിക്കുന്ന കുറച്ച് മിസ്ത്രികൾ. ഷാർജയിലേക്കൂടി ഒരു യാത്ര, അതാണ് ഷാർജയിലെ പുരോഗതികൾ. ചിലപ്പോ ഇവിടുന്ന് നാട്ടിലേക്കെല്ലാം പോയിട്ട് ഒരു 10-15 വർഷം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഈ ബ്ലോഗ് കാണുന്നുണ്ടോ? ചിലപ്പോ പഴയ പ്രവാസികൾ, അവർക്ക് ഈ ഷാർജന്റെ ഇന്നത്തെ അവസ്ഥയാണ് കാണിച്ചു കൊടുക്കിയത് നമ്മൾ വ്ളോഗിലൂടെ ചെയ്യുന്നത്. ഈ സൈഡിൽ നോക്കിയാലും പിന്നെ മെഗാമാള് കാണാം. അവിടുന്ന് പിന്നെ ഇതിവിടെ കീർത്തി റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. മുമ്പൊരു കുർക്കും റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവരോട് പോയതിനു ശേഷം ഇപ്പൊ കീർത്തി ആയിട്ടുണ്ട്. ഇത് അടിപൊളി പള്ളിയാട്ടോ, നല്ല സൗണ്ട് സിസ്റ്റമുള്ള പള്ളിയാണ്. തറാവീനൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. സൗണ്ട് ഭയങ്കര സൗണ്ട് സിസ്റ്റമാണ്. സുഹൃത്തുക്കളെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം. സച്ചിൻ മുതൽ പല ആൾക്കാർ, പല പ്രമുഖരും കളിച്ചിട്ടുള്ള ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഈ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഭാഗത്തെത്തി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക സ്മെല്ല്. ഷാർജക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇതാക്കുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ ഡീകോഡ് ചെയ്തിട്ട് എടുത്തോളൂ. മറ്റൊരു റോഡിലാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. ഈ റോഡാണ് പിന്നെ ഷാർജയുടെ പഴയ എയർപോർട്ടിന്റെ റൺവേ. അതാണിപ്പം റോഡാക്കിയിട്ടുള്ളത്. ആ എയർപോർട്ടിന്റെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഇതിന്റെ തൊട്ട് ബാക്കിൽ ഇപ്പോൾ ഉണ്ട്. പഴയ എയർപോർട്ടും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ മ്യൂസിയം ആക്കിയിട്ടുണ്ട്. വളരെ ചെറിയ എയർപോർട്ടാണ്. പണ്ട് ആ ഫ്ലൈറ്റ് ഇറങ്ങുന്ന ടൈമിലുള്ള എയർപോർട്ടാണ്. ആ സമയത്ത് അതിൻ്റെ റൺവേ ഇതായിരുന്നു. ഷാർജയിൽ നിൽക്കുമ്പോൾ മറക്കാനാവാത്തൊരു സ്വപ്നമാണ് സുഹൃത്തുക്കളെ കാണുന്നത്. നാഷണൽ പെയിന്റ് ട്രാഫിക്കിന്റെ ഏരിയ ആണ്. ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. ദുബായിൽ ജോലി ചെയ്യുന്ന ആൾക്കാര് ഷാർജയിൽ നിന്ന് പോകുമ്പോ മണിക്കൂറുകളോളം ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും. ഇപ്പൊ കുറച്ച് സഫാരി മാൾ ഓഫറിന്റെ കലവറ. സഫാരി മാൾ വരൂ ഷോപ്പ് ചെയ്യൂ. റോഡിന്റെ അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് ഈ ബ്രിഡ്ജിലൂടെ ഇപ്പുറത്തേക്ക് വരാം. എല്ലാതരം ഓപ്ഷൻസുകളും ഉണ്ട്. നിങ്ങൾ എവിടെ നിന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനുള്ളിൽ എത്തിക്കാനുള്ള സൗകര്യമുണ്ട്. ഷാർജയുടെ മറ്റൊരു അട്രാക്ഷൻ ഏരിയ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റോഡാണ്. ഈ കാണുന്നത് നിങ്ങൾ വിചാരിക്കും പള്ളിയാണ്, പക്ഷെ അതല്ല, ഇത് ഷാർജ യൂണിവേഴ്സിറ്റി ഏരിയ. ഭയങ്കര രസമുള്ള ബിൽഡിങ്ങും പരിപാടിയൊക്കെ. ഇത് ആദ്യത്തെ കാണുന്ന ബിൽഡിംഗ് പള്ളിയാട്ടോ, ബാക്കിയൊന്നും പള്ളിയല്ല. ഇതാണ് ഷാർജ യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ ഉള്ളിൽ വലിയ ലോകമാണ്. ഈ കാണുന്നത് മാത്രമല്ല, ഇതിനുള്ളിൽ വലിയൊരു സംഭവമാണ്. അതെ, ഈ ഷോപ്പിൽ ഡ്രസ്സെല്ലാം ഓഫറെല്ലാം ഉണ്ടാവും സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ റോഡിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നതാ. സ്ഥലം നമ്മൾ ഇഫ്താർ ഈ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇഫ്താർ നമ്മള് ഏകദേശം നമ്മുടെ ഗ്രാൻഡ് മോസ്ക് അബുദാബിന്റെ ചെറിയൊരു വേർഷനാണ് ഇത്. ഇത് നമ്മൾ ഷാർജക്കാരുടെ ഗ്രാൻഡ് മോസ്ക്. ഓക്കെ, നല്ല രസമുണ്ടല്ലേ വിഷ്വല്. നമ്മളെ മോസ്കിന്റെ അടുത്ത് എത്തിയിരിക്കും സുഹൃത്തുക്കളെ. ഏകദേശം ഏതാനും മിനിറ്റുകൾക്കകം. ഫുഡ് കഴിക്കാനാണ് ഇത്. പോലീസെല്ലാം ഇന്ന സ്ഥലോ ഷാർജ മോസ്കിന്റെ എൻട്രൻസ്. നമ്മള് ഇവിടെ നിന്ന് വീടിന്റെ കോമ്പൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം വലിയ ഏരിയ കേട്ടോ. ഓക്കെ, ജമ്മുവിനകത്ത് 2 വാക്ക് പറയാനുണ്ട് സുഹൃത്തുക്കളെ, കേൾക്കൂ. അതെ, നമ്മൾ എത്താനായി. എല്ലാരും നോക്കൂ, ഇവിടെയാണ് നമ്മളെ ഇന്ന് നോമ്പ് മുറി. നോമ്പ് തുറ, നോമ്പ് തുറവി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ആ ഒരു ചടങ്ങ് ഇന്ന് ഇവിടെയാണ് നടക്കുന്നത് സുഹൃത്തുക്കളെ. ഗേറ്റെല്ലാം ക്ലോസ് ചെയ്ത് ആരും കേട്ടുന്നില്ലെന്ന് തോന്നുന്നു. മിക്കവാറും നമ്മളെ നോമ്പ് മുറി ഏതെങ്കിലും കഫ്റ്റേരിയയിലായിരിക്കും തുറന്നിട്ടില്ലെങ്കിൽ. നമ്മളിവിടെ ഷാർജ മോസ്കിൽ എത്തിയിട്ടുണ്ട്. എന്താ പറയാണ്ട് പറയൂ. നമ്മള് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമ്മള് ഇഷിക്കാന്ന് ഇവരെല്ലാം വീടിന് ആയാന്ന് എന്ന് എഴുതിന് മോള് ഇവരെത്തി. എല്ലാരും ഇവരെ മുറ്റലല്ലേ നിക്കണം. എല്ലാരും ബാക്കിൽ വരുന്നുണ്ട്.
നല്ല വ്യൂ അല്ലേ ഇത്? നോക്കാം. ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ ഫുഡുണ്ട്. എത്ര ആളൊക്കെ ഉണ്ട്? എവിടെ ആയിട്ടില്ല, ലൈൻ നിക്കണം. എത്തിയിട്ടില്ല, ഫുള്ളാണ് നിക്കണോ. ഇങ്ങനെ തുറന്നോക്കുമ്പോ പീസ് ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ പീസ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ പീസ് ഉണ്ട്. ഓ ഒരു ഫ്ലീറ്റോ വേറെ ഫ്ലീറ്റല്ലോ. അത് ആംബുലൻസ്, അത് ആംബുലൻസ്. അങ്ങനെ നമ്മുടെ നോമ്പൂരൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇതാണ് ഇതിൻ്റെ നൈറ്റ് വിഷ്വൽ കേട്ടോ, രക്ഷയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ജമ്മു? സൂപ്പറാ. നോമ്പൂരി ഓറഞ്ച് ഉണ്ട്. ഓ ഓരും ജ്യൂസും ഓറഞ്ചും ഉണ്ട്. ആ മന്തി ഉണ്ട്.